കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയിലാകുമെന്ന് സംസ്ഥാന ധനവകുപ്പ്. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും മുടങ്ങുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ജനം ബ്രേക്കിംഗ് ആണ്. വിവരങ്ങളുമായി ആർ രാജീവ് ഒപ്പം ചേരും. രാജീവ്, ഈ ഓണക്കാലമാണ്, സന്തോഷത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കാമെന്ന് ആഗ്രഹിച്ചവരാണ് മലയാളികൾ. പക്ഷേ കാര്യങ്ങളൊന്നും കയ്യിലൊതുങ്ങുന്ന മട്ടില്ലല്ലോ, അല്ലേ? നമസ്തേ കൃഷ്ണരാജ്. കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സന്തോഷം പ്രതീക്ഷിച്ചാണ് മലയാളികൾ ഓരോ ഓണക്കാലവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ താൽക്കാലികമായി സന്തോഷം ഉണ്ടെങ്കിൽ കൂടിയും വരും മാസങ്ങളിൽ അത്ര സന്തോഷത്തിൻ്റെതല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് അതിരൂക്ഷമാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ പല മാർഗങ്ങളും സംസ്ഥാന സർക്കാർ നോക്കുന്നുണ്ട്. അതെല്ലാം സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള മാർഗങ്ങളാണ് സർക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നികുതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ബജറ്റിൽ ഇന്ധന സെസ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് വരുമാനം കണ്ടെത്താനുള്ള നീക്കമൊക്കെ സർക്കാർ നടത്തിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഓണക്കാലത്ത് നിലവിൽ എങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ 4200 കോടി രൂപ കടമെടുക്കാനുള്ള അടിയന്തര അനുമതി നൽകിയതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ സംസ്ഥാനം ഇതിൽ കൂടുതൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, സഹകരണ സംഘങ്ങളിൽ നിന്നുൾപ്പെടെ വീണ്ടും കടമെടുക്കാനുള്ള നീക്കത്തിലേക്കും സർക്കാർ കടക്കുന്നുണ്ട്. അത് അനുസരിച്ചാണ് ക്ഷേമ പെൻഷനുകൾ നൽകി കഴിയുക. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരും മാസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ്. ധനവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളി. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ധനവകുപ്പ് നിലവിൽ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയുമായി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കടുത്ത ചെലവ് ചുരുക്കൽ വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇല്ലെങ്കിൽ വരും മാസങ്ങളിൽ പ്രതിസന്ധി അതിരൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ധനപ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നില്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് പോലും പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാർ. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് ഏതായാലും ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങാനുള്ള സാധ്യത വരും മാസങ്ങളിലുണ്ട് എന്നാണ് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. കാരണം കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകിയ പരിധി അത് ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. ഒരുപക്ഷെ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യം തന്നെ വലിയ കടമെടുപ്പാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. മാത്രമല്ല, ഓരോ മാസവും ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും കടമെടുത്തായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഏതായാലും ഈ ചെലവ് ചുരുക്കൽ വേണമെന്ന ആവശ്യം ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെയും ഇതേ ഒരു ആവശ്യം ധനവകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ചെലവ് ചുരുക്കലൊക്കെ വേണ്ടിവരുമെന്ന സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും നടപ്പായിരുന്നില്ല. മാത്രമല്ല, അതിനുശേഷമുള്ള ധൂർത്ത് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നവകേരള ആവശ്യമുള്ള കാര്യങ്ങളിൽ ചെലവ് ചുരുക്കി അങ്ങേയറ്റത്തെത്തിയല്ലോ. ഇനി ഈ അനാവശ്യ കാര്യങ്ങളിലെ ചെലവ് ചുരുക്കലെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ആവശ്യമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന വാർത്തകൾ കുറേ ദിവസങ്ങളായി വരുന്നുണ്ടല്ലോ. അതായത് ആവശ്യമുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം നമ്മൾ ചെലവ് ചുരുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അതിൻ്റെ കഷ്ടപ്പാട് അവർ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഈ അനാവശ്യ കാര്യങ്ങളങ്ങ് ഒഴിവാക്കിയാൽ തന്നെ ചെലവ് ചുരുക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഈ അവശ്യ പദ്ധതികൾക്ക് സർക്കാർ ഇപ്പോൾ തന്നെ പണം നൽകുന്നില്ല. സാധാരണക്കാർക്ക് നേരിട്ട് ലഭിക്കേണ്ട പല സഹായങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരുണ്യ പദ്ധതി. ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ആ പദ്ധതിക്ക് കൃത്യമായി പണം നൽകുന്നില്ല. അതും കേന്ദ്ര സർക്കാർ ഈ കാരുണ്യ പദ്ധതിക്ക് ആവശ്യമായി പണം നൽകുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തുന്നത്. സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കുമായി ഏകദേശം 1200 കോടി രൂപയാണ് ഇതിൽ കുടിശ്ശികയുള്ളത്. മാത്രമല്ല, സപ്ലൈകോ ഉൾപ്പെടെ നേരിടുന്ന പ്രതിസന്ധി ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, കൂടുതൽ പദ്ധതികളെ ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അനാവശ്യമായ ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്തച്ചടിച്ചതിന്റെ പേരിലാണ് 10 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചത്. ഇതിന്റെ കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള തിയേറ്ററുകളിൽ ഇവിടുത്തെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനെന്ന രീതിയിൽ 18 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഈ രീതിയിൽ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഈ പ്രചരണത്തിനായി മാത്രം കോടികൾ ഒരു വശത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലുള്ള തന്നെയാണ്. അപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം ഇനി ലഭിക്കുമെന്നറിയില്ല. ഇപ്രാവശ്യത്തെ ഓണവും എങ്ങനെ ആഘോഷിക്കുമെന്നുള്ള ആശങ്കയിലാണ് പലരും.